നമസ്കാരം. CPM രൂപീകരിച്ചതിന്റെ 61ാമത്തെ വർഷത്തിൽ പാർട്ടി കടന്നുപോകുന്നത് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ്. CPM മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അഴിമതി ആരോപണത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. ഏത് നേരം വേണമെങ്കിലും പിണറായിയുടെ മകൾ വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 11 മാസം മാത്രം അവശേഷിക്കെ പാർട്ടിയും സർക്കാരും ഈ അഗ്നിപരീക്ഷ നേരിടുന്നത്. 2023 ഓഗസ്റ്റിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലത്ത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനിയായ CMRL-ന് നൽകാത്ത സേവനത്തിന് പണം നൽകി എന്നായിരുന്നു വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട്സ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടയിൽ ലഭിച്ചത് 1.72 കോടി രൂപ. ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്ന ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടും. CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച വാർത്ത പുറത്തെത്തുന്നത്. മാസപ്പടി എന്ന വാക്കു തന്നെ CPM എന്ന പാർട്ടി അകപ്പെട്ടിരിക്കുന്നു. അഴിമതിയുടെ ആഴത്തെ വെളിവാക്കുന്നുണ്ട്. ലളിത ജീവിതവും അഴിമതിരഹിത പ്രതിച്ഛായമുള്ള നേതാക്കളുടെ പാർട്ടി എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന വിപ്ലവ പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ അകപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മാസപ്പടി കേസിനെ വിമർശകർ ഉയർത്തിക്കാട്ടുന്നത്. 1996 മുതൽ 2001 വരെ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് മദ്യ മുതലാളിമാരിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മാസം തോറും പടി വാങ്ങിയതിന്റെ ഡയറികൾ പിടിച്ചെടുത്തതോടെയാണ് മലയാള മാധ്യമങ്ങൾ മാസപ്പടി എന്ന വാക്ക് സജീവമായി പ്രയോഗിച്ചു തുടങ്ങിയത്. മദ്യരാജാക്കന്മാരായ യമഹ സുരേന്ദ്രൻ, മണിച്ചൻ എന്നിവരുടെ ഡയറികളിലൂടെയാണ് മാസപ്പടി വാങ്ങിയ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നത്. ഇതിനെയാണ് മാസപ്പടി ഡയറി എന്നും ഇന്നും വിളിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRL-ന് നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് 2.72 കോടി രൂപ കൈപ്പറ്റിയ സാമ്പത്തിക വഞ്ചന നടത്തിയെന്നും SFIO കണ്ടെത്തി. വ്യാഴാഴ്ച വൈകിട്ട് പുറത്തു വന്ന ഈ വാർത്ത മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസ് വേദിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. SFIO-യുടെ റിപ്പോർട്ടിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതോടെ പതിവ് ക്യാപ്സ്യൂളുകൾ ഇറക്കി ന്യായീകരിക്കാനാവില്ല എന്ന ചിന്ത പാർട്ടിക്കുള്ളിൽ പോലും സജീവമാണ്. നേതാക്കളിൽ ആർക്കും ഇതൊന്നും തുറന്നു പറയാൻ ധൈര്യമോ ആർജവമോ ഇല്ലാത്തതുകൊണ്ട് വിമത ശബ്ദം തൽക്കാലം പുറത്തു വരില്ല എന്നാശ്വസിക്കാം. രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾക്ക് നിയമാനുസൃതമായ ഏത് തൊഴിലും ചെയ്യുന്നതിന് മറ്റെല്ലാ പൗരന്മാർക്കും എന്ന പോലെ അവകാശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചത്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റായ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നും പണം നൽകിയ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും വ്യക്തമാണ് എന്നിങ്ങനെയായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ വെള്ളപൂശൽ പ്രസ്താവന. അസാധാരണ സാഹചര്യങ്ങൾ അസാധാരണ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമെന്ന പാർട്ടി പ്രസ്താവനയുടെ കാതൽ, അതായത് പിണറായിക്കു വേണ്ടി CPM എന്തു നിലപാടും സ്വീകരിക്കുമെന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ രാജ്യത്തിനാകെ മാതൃക എന്നൊക്കെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്തുതിപാഠകർ പാടി പുകഴ്ത്തുമ്പോഴാണ് ഇടുത്തി പോലെ SFIO-യുടെ റിപ്പോർട്ട് വന്നത്. വീണയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തൽക്കാലം ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോൾ ഇനി എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകുമെന്ന ആദിയിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. തുടക്കത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന വിഴുങ്ങേണ്ട ദുരവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വം. ഞഞ്ഞാപിഞ്ഞ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താനാവാത്ത സ്ഥിതിയാണ് പുതിയ സംഭവങ്ങൾ പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.